സീനിയർ ഓഫീസറിൽ നിന്നും ജോസഫ് സാറിന് കോൾ വന്നു. അടിയന്തിരമായി മലയോര പ്രദേശത്ത് വൈദ്യുതി എത്തിക്കണം. ഇതിനായി എത്ര നീളമുള്ള കേബിൾ വേണമെന്ന് ജോസഫ് സാറിന് ഒരു ഐഡിയയുമില്ല. ഗോഡൌണിലാണെങ്കിൽ സ്റ്റോക്കിൽ കുറച്ച് കേബിൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മലയ്ക്ക് മുകളിലുള്ള പോസ്റ്റിൽ വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ കേബിളിന്റെ നീളം 2 തൂണുകൾക്കിടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഇത് കണ്ടെത്താൻ +1 പഠിച്ച ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സിന് സഹായം തരാൻ ജോസഫ് സാർ തീരുമാനിച്ചു. ദിശകളിൽ ഈസ്റ്റിനെ ഐ ക്യാപ്പ് കൊണ്ടും നോർത്തിനെ ജെ ക്യാപ്പ് കൊണ്ടും വെസ്റ്റിനെ -ഐ ക്യാപ്പ് കൊണ്ടും സൗത്തിനെ -ജെ ക്യാപ്പ് കൊണ്ടും സൂചിപ്പിക്കാം. അപ്പോൾ മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെ കെ ക്യാപ്പ് കൊണ്ടും താഴേക്കുള്ളതിനെ -കെ ക്യാപ്പ് കൊണ്ടും സൂചിപ്പിക്കാം. ജോസഫ് സാർ മലയോര പ്രദേശത്തെ പാതയിലൂടെ നടന്ന് ഓരോ ദിശയിലും എത്ര വീതം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് കണക്കാക്കി. മലമുകളിൽ എത്തണമെങ്കിൽ ആദ്യം 3 മീറ്റർ വെസ്റ്റിലേക്ക് നടക്കണം, അതായത് -3 ഐ ക്യാപ്പ്. പിന്നീട് നോർത്തിലേക്ക് 8 മീറ്റർ ദൂരം, അതായത് 8 ജെ ക്യാപ്പ്. വീണ്ടും വെസ്റ്റിലേക്ക് 6 മീറ്റർ ദൂരം, -ഐ ക്യാപ്പ്. വീണ്ടും നോർത്തിലേക്ക് 10 മീറ്റർ ദൂരം, 10 ജെ ക്യാപ്പ്. അവിടെ നിന്ന് പോകേണ്ടത് ഈസ്റ്റിലേക്കാണ്, 5 മീറ്റർ ദൂരം ഈസ്റ്റിലേക്ക്, അതായത് 5 ഐ ക്യാപ്പ്. പിന്നീട് 15 മീറ്റർ ഉയരമുള്ള മല കയറണം, അതായത് 15 കെ ക്യാപ്പ്. അവിടെ നിന്നും ഈസ്റ്റിലേക്ക് 4 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മലപ്രദേശമായി. അങ്ങനെയെങ്കിൽ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സിലെ ഐ ക്യാപ്പുകളെ നോക്കാം. -3, -6, 5, 4. ഇവ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടും. ഇതിനർത്ഥം എത്ര ദൂരം വെസ്റ്റിലേക്ക് നടന്നോ അത്രയും ദൂരം തന്നെ ഈസ്റ്റിലേക്ക് നടന്നും കാണും. അതുകൊണ്ടാണ് ഈസ്റ്റ് വെസ്റ്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയ ഐ ക്യാപ്പ് 0 ആയി മാറിയത്. ഇനി നോർത്ത് സൗത്ത് നോക്കാം, അതായത് ജെ ക്യാപ്പ്. 8 ജെ ക്യാപ്പ് പ്ലസ് 10 ജെ ക്യാപ്പ്, ആകെ 18 ജെ ക്യാപ്പ്. ഇനി മുകളിലോട്ട് കയറിയത് 15 കെ ക്യാപ്പ്, അതായത് 0 ഐ ക്യാപ്പ് പ്ലസ് 18 ജെ ക്യാപ്പ് പ്ലസ് 15 കെ ക്യാപ്പ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മലയോര പ്രദേശത്ത് ഉപയോഗിക്കേണ്ട കേബിളിന്റെ നീളം കിട്ടും. ജോസഫ് സാർ അന്വേഷിച്ചപ്പോൾ ഗോഡൌണിലെ കേബിളിന് മതിയായ നീളമുണ്ട്. അങ്ങനെ ജോസഫ് സാർ പുഷ്പം പോലെ മലയോര പ്രദേശം പ്രകാശിപ്പിച്ചു.